ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തിയിടുന്നു, എൻ സഹായം എവിടെ നിന്നു വരും? എൻ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നല്ലോ. എൻ സഹായം എവിടെ നിന്നു വരും? എൻ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നല്ലോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും സൂക്ഷിച്ചു പരിപാലിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും സഹായിച്ചു തീർത്തു നന്ദി. ഈ നല്ല ദിവസത്തിനായി സ്തോത്രം, സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. അങ്ങയുടെ പൊന്നു പാദപിടത്തിലോട്ടൊന്ന് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ മുറ്റുമായി അറിയുന്ന കർത്താവിൻ്റെ പാദപിടത്തിലായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്നൊരു നല്ല പിതാവ്, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കപ്പച്ചൻ നല്ല ജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ട മക്കൾക്ക് എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ജയമൊരുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർ വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവർ ഉയരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET, IELTS, ജർമ്മൻ പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഹല്ലേലൂയ, അതിന് പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് കരുണ തോന്നി മനസ്സലിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ, മുടക്കങ്ങളെല്ലാം മാറ്റിക്കാട്ട് കർത്താവേ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നൽകണമേ. തടസ്സം മാറ്റണമേ. വഴിവാതിൽ തുറക്കണമേ അപ്പാ. സ്വർഗത്തിലെ അപ്പൻ്റെ കരം ചലിപ്പിച്ചേ മതിയാകൂ. ഓരോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും കരുണയും മനസ്സലയും തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കുറവുകൾ, കുറ്റങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കണക്കരുതേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചാർത്ത് വയ്ക്കുന്നു കർത്താവ്. കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും വേദനയിലും കടന്നുകൂടുന്ന ഓരോ ജീവിതങ്ങളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, യാത്ര പോകുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബത്തിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പുതു നന്മകളെ കൊടുത്ത് നിറച്ചാട്ട് കർത്താവേ. കടഭാരത്തിന് നടുവിൽ വരയുന്നവരെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലയായ്പാൻ ഭവനം ഒരുക്കണമേ കർത്താവെ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഉപജീവനമാർഗത്തെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായുള്ള ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണം. ദൈവമായ കർത്താവെ, ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവർ, അലറുമുറയിട്ട് കരയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമാധാനം നൽകി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങനെ നീറിപ്പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, സമൃദ്ധിയുണ്ട്. എല്ലാം ധാരാളമായി നൽകിത്തരുവാൻ മനസ്സലിയുടെ പിതാവ് അവിടുന്ന് ആകയാൽ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കും തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം ഏറ്റവും ഭംഗിയായ വിധത്തിൽ നടക്കുവാൻ സഹായിക്കണം. തലമുറകളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലിൽ ഞങ്ങളായിരിക്കുന്ന ദേശം ചുറ്റുപാട് അയൽ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ആമീൻ. ഈ സമയം ആശുപത്രി മുറിക്കുള്ളിൽ ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഡെലിവറി റൂമിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഒന്ന് ശ്വസിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു.
ഉദരസംബന്ധമായ പല രോഗങ്ങൾ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഫിക്സ് രോഗമുള്ളവർ, പനിയാൽ ചുമയാൽ കർത്താവ് ഭാരപ്പെടുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ട് തയ്യാറെടുക്കുന്നവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, കർത്താവേ സ്തോത്രപ്പാ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർ, പിതാവേ ഹാലിൽ പല്ലിൻ്റെ വേദനയാൽ ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ഇൻഫെക്ഷനുകളാൽ ഭാരപ്പെടുന്നവർ, ശരീരമാസകരം ചൊറിച്ചിലും പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് മരുന്ന വൈദ്യന, സകലത്തിൻ്റെ സകലതമാ, കൂടെ ഇരുന്ന് സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മതി, എവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് വിടുതലുണ്ട്. എൻ്റെ അപ്പാ, ഞങ്ങൾ അങ്ങയുടെ വാക്കിന് പ്രതീക്ഷിച്ച് ഹാലലി ഞങ്ങളിരിക്കുന്നു. എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്നാട്ട് പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.